കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചക്കുള്ളിൽ പുതിയ നോമിനേഷൻ നടത്താൻ വൈസ് ചാൻസലർക്ക് കോടതി നിർദ്ദേശം നൽകി. ഇതോടൊപ്പം സർക്കാർ നോമിനേറ്റ് ചെയ്ത 2 പേരുടെ നിയമനം സിംഗിൾ ബെഞ്ച് ശരിവെച്ചു. 4 വിദ്യാർത്ഥികളെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നടപടിയാണ് റദ്ദാക്കിയത്. ഹ്യൂമാനിറ്റീസ്, ഫൈൻ ആർട്സ്, സയൻസ്, സ്പോർട്സ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്തത്. ഇവരെല്ലാം ABVP പ്രവർത്തകരാണെന്നായിരുന്നു ആരോപണം. ഓരോ മേഖലയിലും പ്രാവീണ്യം നേടിയവരെയാണ് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യുക. രാഷ്ട്രീയ പശ്ചാത്തലം നോക്കി നിയമനം നടത്തിയെന്നായിരുന്നു ആരോപണം. ഇതേ തുടർന്ന് സർവകലാശാല രജിസ്ട്രാർ സെനറ്റിലേക്ക് നൽകിയ പട്ടികയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ പരാതി നൽകി. തങ്ങളുടെ കഴിവുകൾ പരിഗണിക്കാതെയാണ് ഗവർണർ നിയമനം നടത്തിയതെന്നും വിദ്യാർത്ഥികൾ ഹർജിയിൽ ആരോപിച്ചിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സർവകലാശാല നൽകിയ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ പരിഗണിക്കാതിരിക്കാൻ എന്താണ് കാരണമെന്ന് കോടതി വാദത്തിനിടെ ആരാഞ്ഞിരുന്നു. നാമനിർദ്ദേശം നടത്തുന്നതിന് കൃത്യമായ മാർഗരേഖകളില്ല എന്നും അതിനാൽ ചാൻസലർ എന്ന നിലയിൽ തനിക്ക് സ്വന്തം നിലയ്ക്ക് നിയമനം നടത്താമെന്നും ഗവർണർ കോടതിയെ അറിയിച്ചു. ഹർജി നൽകിയ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് ഗവർണർ കേൾക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി നൽകിയ വിദ്യാർത്ഥികളെയും പരിഗണിക്കണം. പുതിയ നാമനിർദ്ദേശം 6 ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി നാമനിർദ്ദേശം റദ്ദാക്കിയത് ഗവർണർക്ക് വലിയ തിരിച്ചടിയായി. ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. നോമിനികളായി BJP ബന്ധമുള്ളവരെയാണ് ഗവർണർ ഉൾപ്പെടുത്തിയതെന്ന് ആരോപണം ഉയർന്നിരുന്നു. സെനറ്റിലെ 17 പേരിൽ സർവകലാശാല നിർദ്ദേശിച്ച പട്ടിക തിരുത്തിയാണ് ഗവർണർ തനിക്ക് താൽപ്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിയത്. 17 പേരിൽ ABVP, BJP അനുകൂലികളെയും BJP അനുകൂല അധ്യാപക സംഘടനാ നേതാക്കളെയും ഉൾപ്പെടുത്തിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.